പിന്നീട് സംസാരിച്ചത് കപ്പിത്താനായിരുന്നു. തൻ്റെ കയ്യിൽ വന്ന് പെട്ട സ്ത്രീയെ, വളരെ മനോഹരിയായ സ്ത്രീയെ താൻ പ്രാപിക്കാൻ ഒരുങ്ങിയതും നടക്കാതെ വന്നപ്പോൾ അവരുടെ മുഖത്തടിക്കുകയും ചെയ്തതും പിന്നീട് കപ്പൽ മുങ്ങിയതുമെല്ലാം കപ്പിത്താൻ പറഞ്ഞു. പക്ഷേ കപ്പിത്താൻ ഒരു മരപ്പലകയിൽ പിടിച്ച് കരപറ്റുകയായിരുന്നു. ഇപ്പോൾ എല്ലാവരും സദസ്സിന് മുന്നിൽ തങ്ങൾ ചെയ്തു കൂട്ടിയ നീചകൃത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഇനി ഹക്കീം സാഹിബാണ് കാര്യങ്ങൾ പറയേണ്ടത്. എല്ലാവരും ഹക്കീം സാഹിബിൻ്റെ സംസാരത്തിന് വേണ്ടിയിട്ട് കാതോർത്തിരിക്കുകയാണ് അക്ഷമരായിട്ട്. ഹക്കീം സാഹിബ് കപ്പിത്താനോട് ചോദിച്ചു, താങ്കളല്ലേ ബീവിയെ അവസാനമായിട്ട് കണ്ടത്? അതെ. അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു പെട്ടി ഉണ്ടായിരുന്നു. ഹക്കീം സാഹിബ് ചോദിച്ചു, ആ പെട്ടി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയുമോ? അതെ, തിരിച്ചറിയും. ഹക്കീം സാഹിബ് ഒരു പരിചാരകനെ വിളിച്ചു. അദ്ദേഹത്തോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് പറഞ്ഞു.